കുന്തം പോയാൽ കുടത്തിലും തപ്പണം. അങ്ങനെ മച്ചിൽ തപ്പി ഗുണ്ട റാഫിയെ തൃത്താല പോലീസ് പൊക്കി. സംഭവം വളരെ രസകരമാണ്. പാലക്കാട് തൃത്താല പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം. തൃത്താല പോലീസ് സ്റ്റേഷനിലെ 4-5 കേസിലെ പ്രതിയാണ് പാലക്കാട് കപ്പൂർ തോട്ടുപറമ്പത് മുഹമ്മദ് റാഫി. ഒരു 100 കിലോ തൂക്കം വരും, 5-6 അടി കൂടുതൽ പൊക്കമുണ്ട്, നല്ല ആരോഗ്യം, ദൃഢഗാത്രൻ. 4-5 കേസിലെ പ്രതിയാണ്, വാണ്ടഡാണ് തൃത്താല പോലീസിൽ. റാഫിയെ എല്ലാവർക്കും അറിയാം. അയാൾക്ക് ഒരു നിക്കറൊക്കെ ഇട്ട്, അയാൾ ഒരു കറുത്ത നിക്കറും കറുത്ത ബനിയനും നെഞ്ചറ്റം വരെയുള്ള താടിയും, ഭീകരനായ 100 കിലോ തൂക്കം വരുന്ന ഒരു ഗുണ്ട. അയാളെ കഴിഞ്ഞ ദിവസം തൃത്താല പോലീസ് തപ്പി കിട്ടിയില്ല. അതിൻ്റെ കാരണം തൃത്താല നങ്ങാട്ടിരി എന്ന സ്ഥലത്ത് അവിടെ ഒരു കാറും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു, വഴക്കായി. കാറിൽ വന്ന ഇത് മുഹമ്മദ് റാഫിയുടെ സഹോദരിയും കുട്ടികളുമാണ്. അവരുടനെ റാഫിയെ വിളിച്ചു. റാഫി തൻ്റെ 3-4 കൂട്ടുകാരുമായിട്ട് പറന്നെത്തി. ബൈക്കിലുണ്ടവരെ ശരിക്ക് കൈകാര്യം ചെയ്തു. 100 കിലോ തൂക്കത്തിലുള്ള ഇടികൾ അങ്ങ് വന്നു. വളരെ അധികം കഠിനമായ മർദ്ദനം അവർക്കേറ്റു. അവർ പോലീസിൽ പരാതിപ്പെട്ടു. തൃത്താല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. റാഫി ഒളിവിൽ പോയി. പോലീസ് റാഫിയുടെ കൂടെയുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തു. അവരെ ജാമ്യത്തിൽ വിട്ടു. അറ്റംപ്റ്റ് മർഡർ കേസാണ്. കാരണം 100 കിലോയുടെ ഇടിയാണ് കിട്ടിയത്. കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, മരണപ്പെടാൻ സാധ്യതയുണ്ട്. 4 തടിയന്മാർ. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും റാഫിയുടെ കൂട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. 3 പേരെയും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. റാഫി എവിടെ അവർക്കറിയില്ല. റാഫിയുടെ മൊബൈൽ ലൊക്കേഷൻ അവസാനം അയാളുടെ വീട്ടിൽ തന്നെ. വീട്ടിൽ നിന്ന് അയാൾ മൊബൈൽ എടുക്കാതെ പോയി മുങ്ങി എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. പോലീസ് അത് വിശ്വസിച്ചു. പക്ഷേ റാഫിയെ കാണാനായിട്ട് റാഫിയുടെ പല കൂട്ടുകാരും വീട്ടിൽ വന്നു പോകുന്നതായിട്ട് പോലീസ് കണ്ടു. റാഫി ഇല്ലാതെ എന്തിനാണ് വന്നു പോകുന്നത്? പോലീസിന് സംശയമായി. വീട് മുഴുവൻ പരിശോധിച്ചു, റാഫി ഇല്ല. പക്ഷേ കുട്ടികൾ പറയുന്നത് റാഫി അവിടെ തന്നെ ഉണ്ട് എന്നാണ് ചുറ്റുവട്ടത്തുള്ളവർ പറയുന്നത്. പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളൊക്കെ വന്ന് വീട്ടിൽ വന്ന് പോകുമ്പോൾ റാഫിയെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തൃത്താല പോലീസ് വീട് മുഴുവൻ പരിശോധിച്ചു. പക്ഷേ റാഫി ഇല്ല. അവർ പല രീതിയിൽ രഹസ്യാന്വേഷണം നടത്തി. അവിടെ ഇയാളുടെ ഭാര്യ വീട്ടിൽ അവിടെയും പോയി, മലപ്പുറത്ത്. അവിടെ റാഫിയുടെ നെല്ലിക്കുറിച്ചാലിൽ എന്ന സ്ഥലത്ത് റാഫിയുടെ ഭാര്യ വീടുണ്ട്. അവിടെ നിന്ന് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് തന്നെ. അവിടെ ഇല്ല റാഫി. പക്ഷേ വീട്ടിൽ പോലീസ് കൂടെ പരിശോധിച്ചപ്പം വീടിനകത്ത് ഒരു സിഗരറ്റിൻ്റെ മണം. റാഫി നല്ല സിഗരറ്റ് വലിക്കാരനാണ്, ചെയിൻ സ്മോക്കറാണ്. അപ്പോൾ അയാൾ അവിടെ തന്നെ കൊണ്ടുവന്ന് മനസ്സിലായി. വീട് മുഴുവൻ ഒന്നുകൂടെ പരിശോധിച്ചു. വീടിൻ്റെ തച്ചുമൊക്കെ പരിശോധിച്ചു. പക്ഷേ അയാളെ കണ്ടെത്തിയില്ല. തൃത്താല ഇൻസ്പെക്ടർ രംഗത്തിറങ്ങി. അയാളുടെ അവസാനത്തെ ഫോൺ കോൾ ലൊക്കേഷൻ വീട്ടിൽ തന്നെ. വീട്ടിൽ അയാൾ ഉപയോഗിക്കുന്ന സിഗരറ്റിൻ്റെ മണമുണ്ട്. ഏതായാലും മച്ചിലുണ്ട്, ഇയാൾ കുളിച്ചിരിപ്പുണ്ട് എന്നൊരു വാർത്ത വന്നു. മച്ച് മുഴുവൻ തപ്പി, കണ്ടില്ല. വീണ്ടും സിഗരറ്റിൻ്റെ മണം അവിടെയെല്ലാം പരിസരത്തുമൊക്കെ നമുക്ക് ആ മണം ശ്വസിക്കാൻ പറ്റും. പോലീസിന് വീണ്ടും സംശയം മച്ചിൽ തന്നെ ഉണ്ടാവും എന്ന് നാട്ടുകാർ. മച്ച് കയറി പരിശോധിച്ചു. മച്ചിൽ അപ്പോഴാണ് പോലീസ് കാണുന്നത് 4 അറകളുണ്ട്. ആ 4ാമത്തെ അറയിലാണ് ഇയാൾ. അതിനടുത്ത് മറ്റൊരു അറയും. 5 അറകളുണ്ട് ഒളിച്ചിരിക്കാൻ സൗകര്യത്തിന്. അതിൽ ഒരു അറയിൽ, 4ാമത്തെ അറയിൽ ഇയാൾ പതുങ്ങിയിരിപ്പുണ്ട്. ഇറങ്ങി വാടാ റാഫി എന്ന് രാത്രിയിൽ പോലീസ് ടോർച്ചുമായിട്ട് ചെന്ന് മച്ച് മുഴുവൻ ടോർച്ച് അടിച്ച് തപ്പി വിളിച്ചു. അവസാനം വിളി കേട്ടു എന്നാണ് പറയുന്നത്. ഇറങ്ങി ആജാനുബാഹുവായ ഒരാൾ ഇറങ്ങി വരുന്നത് നമുക്ക് CCTVയിലൊക്കെ കണ്ടു. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. പോലീസ് അവിടുന്ന് കൈ ഉയർത്തി മച്ചിലിൻ്റെ ആ സീക്രട്ട് അറയിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഇയാളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ റാഫി
എന്ന ഗുണ്ടയെ പോലീസിന് ഇപ്പം ഒരാളെ അന്വേഷിച്ച് പോകുമ്പം കുന്തം പോയാലും കുടത്തിലും തപ്പണമല്ലോ, അങ്ങനെ തപ്പി എടുക്കാനായിട്ടേ കഴിയുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇയാൾ ഒരിക്കലും ആ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. 5 കേസിലെ പ്രതിയാണ്. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു.